കഴക്കൂട്ടം സബ് ട്രഷറി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. സസ്പെൻഷനിലായ അക്കൗണ്ടന്റ് വിജയരാജാണ് അറസ്റ്റിലായത്. 15.10 ലക്ഷം രൂപയാണ് മരിച്ചവരുടെ അടക്കം അക്കൗണ്ടുകളിൽ നിന്ന് തട്ടിയത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കഴക്കൂട്ടം സബ് ട്രഷറിയിൽ നിന്ന് വ്യാജ ചെക്കുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരുന്നത്. ആ തട്ടിപ്പിനെ തുടർന്ന് ജൂനിയർ സൂപ്രണ്ടുമാരായ സാലി സുജ, അക്കൗണ്ടന്റുമാരായ ഷാജഹാൻ, വിജയരാജ്, ഗിരീഷ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഡ് ചെയ്തതിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജയരാജിന്റെയാണ്. ഇയാൾ നേരത്തെ അക്കൗണ്ടന്റ് ആയിരുന്നു ഈ ട്രഷറിയിൽ. ഇയാളുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. അന്വേഷണം തുടരുന്നതായിട്ടും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ഉൾപ്പെടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് വ്യാജ ചെക്ക് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം ഈ പരിശോധനയിൽ ഉൾപ്പെടെ അന്വേഷണത്തിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്ന ഒരു കാര്യം. പെൻഷൻകാരിയായിരുന്ന ശ്രീകാര്യം ചെറുവയ്ക്കൽ സ്വദേശിയായിട്ടുള്ള എം മോഹനകുമാരി, ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് 2 തവണയായി 2.5 ലക്ഷം രൂപ പിൻവലിച്ചെന്ന് കാണിച്ച് ട്രഷറി ഓഫീസർക്ക് ആദ്യം പരാതി നൽകുകയായിരുന്നു. ഇവർ ഓസ്ട്രേലിയയിൽ പോയിരുന്നതിനാൽ 2023 മുതൽ പണമെടുക്കാൻ മോഹനകുമാരി ട്രഷറിയിൽ പോയിരുന്നില്ല. എന്നാൽ ജൂൺ 3, 4 ഈ തീയതികളിൽ വ്യാജ ചെക്ക് ഉപയോഗിച്ച് ഇവരുടെ പണം പിൻവലിച്ചു. ഇവരില്ലാത്ത സമയത്ത് ഇവരുടെ വ്യാജ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. അപ്പോൾ കൂടുതൽ ആളുകളെ ഇതേ രീതിയിൽ തന്നെ വ്യാജ ചെക്ക് ഉപയോഗിച്ച് പണം തട്ടിയിട്ടുണ്ട്. മരിച്ചവരുടെ ഉൾപ്പെടെ അക്കൗണ്ടിൽ നിന്ന് ഈ രീതിയിൽ പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ലക്ഷ്മി.